തൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതായി. അത് കോടതിയിൽ പോയി നേടാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് ആന്തൂരിലും മൊറാഴയിലുമൊക്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ 1,65,000-ഓളം നാമനിർദ്ദേശ പത്രിക വരുന്നു. പിന്നെ അത് പിൻവലിക്കാനുള്ള സമയമായിട്ടും 1,00,000-ഓളം പേര് വീണ്ടും മത്സരത്തിന് നിൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വിമത നേതാക്കളും പല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും വിമതരായി മത്സരിക്കുന്നുണ്ട്. അത് അവർക്ക് വേറൊരു പ്രശ്നം, സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നം. പിന്നെ എതിരാളിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. അപ്പം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയില്ലെങ്കിൽ നാച്ചുറലി എതിരാളിയുടെ പ്രശ്നങ്ങൾ അവർക്ക് നേരിടാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് സത്യം. ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞ് ജാഥ നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ വോട്ടില്ല. ആ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞാൽ അത് തള്ളിപ്പോകുന്നു. ഒപ്പ് ശരിയല്ല എന്ന് പറയുന്നു. എൻ്റെ ഒപ്പ് തന്നെയാണിതെന്ന് പറഞ്ഞാലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്നാണ് വോട്ട് ചോരി യാത്ര നടത്തേണ്ടത്. CP ജോൺ അവരുടെ UDFൻ്റെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു, വോട്ട് ചോരി ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് ഡിസംബർ 14-ന് യാത്ര നടത്തേണ്ടത്, അല്ലെങ്കിൽ ജാഥ നടത്തേണ്ടത്. ഡൽഹിയിലല്ല. മുന്നിൽ അടൂർ പ്രകാശ് നിന്നാൽ കുറെ കൂടെ എഫക്റ്റീവ് ആവും. അപ്പോൾ കോൺഗ്രസിന് അവരുടെ അണികളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്ഥാനാർത്ഥികളെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിന്നെ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.